മകൾക്ക് സംരക്ഷണമൊരുക്കാനുള്ള നെട്ടോട്ടത്തിനു മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാ വാതിലുകളും അടയുകയാണ്. ഒന്നല്ല, രണ്ട് പ്രധാന കേന്ദ്ര ഏജൻസികളാണ് മകളടങ്ങിയ കേസ് അന്വേഷിക്കാൻ എത്തുന്നത്. അതായത്, കരിമണൽ കമ്പനിയായ CMRLന് നിയമവിരുദ്ധമായ പരിഗണന ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും വൻതുക നൽകിയെന്ന കേസിലെ അഴിമതി അന്വേഷിക്കാൻ CBIയും അതേസമയം കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തുകയാണ്. അതുപ്രകാരം കേസിൽ കമ്പനികാര്യ നിയമപ്രകാരമുള്ള അന്വേഷണം പൂർത്തിയാക്കിയ SFIO സമർപ്പിച്ച പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിന്റെ പകർപ്പ് EDയുടെയും CBIയുടെയും ഡയറക്ടർമാർക്ക് കൈമാറുകയാണ്. ഇതിൽ രണ്ടു തരം തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അതിലൊന്ന്, SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയ വകുപ്പുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. ഈ കുറ്റകൃത്യത്തിലൂടെ പ്രതികൾ നേടിയ കള്ളപ്പണം കണ്ടെത്തി കണ്ടുകെട്ടേണ്ട നിയമപരമായ ബാധ്യത EDക്കാണ്. അത് ED വളരെ വ്യക്തമായി അന്വേഷിക്കുകയും അകത്താക്കുകയും ചെയ്യുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം നൽകിയത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ പെടുന്നതാണ്. ആ സംസ്ഥാനാന്തര കുറ്റകൃത്യങ്ങൾ CBIയുമാണ് അന്വേഷിക്കുന്നത്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന SFIO കേസുകളുടെ വിചാരണ അധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി ഫയലിൽ ചേർത്ത ശേഷം ഇതിന്റെ പകർപ്പ് EDയും CBIയും കൈപ്പറ്റും. അപ്പോൾ തന്നെ പണി തുടങ്ങുകയും ചെയ്യും. കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2016-19 കാലത്ത് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണമെത്തിയതിൻ്റെ വിവരങ്ങളും കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഉപ്പു തിന്നാൻ പോകുന്നത് ആരാണെന്ന കാര്യം ഉറപ്പിക്കാം. അതാണ് ആദ്യം തന്നെ സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും പതിയെ അടഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്.